അനന്തങ്കാട്. ഡയറക്ടർ GN കൃഷ്ണകുമാർ, റിട്ടൺ ബൈ മുരളി ഗോപി. ഇതിൽ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം പുള്ളി പൊളിറ്റിക്സ് ആണ് എപ്പോഴും പറഞ്ഞു വെക്കുന്നത്. അത് വളരെ പച്ചയായിട്ട് തന്നെ ആൾ എഴുതാറുണ്ട്. സോ അത് തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമ കാണാനുള്ളൊരു പ്രചോദനമായത്. ഓവറോൾ സിനിമ കൊള്ളാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 18+ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ബ്ലഡ് ഷെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയലൻസ് ഒക്കെ അത്രയധികം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കള് ഇന്ദ്രൻസ്, വിജയരാഘവൻ, മുരളി ഗോപി, ആര്യയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഭയങ്കര കേട്ടോ. സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഓറ നമുക്ക് കിട്ടും. സുനിൽ, ശാന്തി ബാലചന്ദ്രൻ, നിഖില വിമൽ, അപ്പാണി ശരത്ത്, അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ടാലന്റഡ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇതില് ഇന്ദ്രൻസിന്റെ അഭിനയം കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ നല്ല റോളുകളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതും അദ്ദേഹം ചെയ്യുന്നതും. ഇതിൽ ആളൊരു ഇൻട്രോസിനുണ്ട്. ശരിക്കും കത്തിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അതെ, ശരിക്കും കത്തിച്ചുകൊണ്ട് തന്നെ കയറി വരുന്നത്. ഞാൻ പുള്ളിയുടെ ഒരു ഭയങ്കര വലിയ ഫാനാണ്. ഈ അടുത്ത കാലത്ത് കണ്ട ഒട്ടുമിക്ക എല്ലാ സിനിമകളും ആൾ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ക്യാരക്ടർ റോളിലേക്ക് ചെയ്തു വരുമ്പോൾ അവരിൽ നിന്ന് ഇനിയും കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെക്കുന്നത്. പിന്നെ വിജയരാഘവൻ ഓഫ് കോഴ്സ് നമുക്കറിയാം, ആളും ആളുടേതായ ആ ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു മൂവി യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് പല ലൊക്കേഷനിൽ സംഭവിക്കുന്ന, എന്നാൽ ഇവിടെ എല്ലാം സംഭവിക്കുന്ന ഒരു കോമൺ പൊളിറ്റിക്സ്, അടിച്ചമർത്തപ്പെടുന്ന ഒരു കൂട്ടം ആളുകളും അവരുടെ ഒരു കഥയും ഒക്കെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ ഇത് പല സ്ഥലങ്ങളിൽ പല സമയത്തായിട്ട് നടക്കുന്നു. ഇതിനെല്ലാം കൂടെയും ഒരു പോയിന്റിൽ ഇവർ ഇതിനെ കണക്ട് ചെയ്യുന്നു. ശ്രീലങ്കയിൽ കഥ നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്, നമ്മുടെ കേരളം ട്രിവാൻഡ്രത്ത് കഥ നടക്കുന്നുണ്ട്. കഥ ഒരു പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. ഒരു ചേരിയിലെ കുറച്ച് ആളുകൾ, അവരുടെ കഥ, പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അഭിനയിച്ച എല്ലാവർക്കും അതിൻ്റെതായ റോളുണ്ട്. സാഗർ സൂര്യയിലാണ് കഥ തുടങ്ങുന്നത് ആൻഡ് എൻഡ് ചെയ്യുന്നതും സാഗർ സൂര്യ തന്നെയാണ്. ഇന്റർവെല് വരെ സിനിമ പോകുന്നത് ഭയങ്കര ഹൈ ആയിട്ടാണ്. പല കാര്യങ്ങളോട് സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു 30-35 മിനിറ്റ്സ് ഭയങ്കര വയലൻസ് ആണ്. ഇന്റർവ്യൂവിൽ ഒരു പഞ്ച് വെച്ചിട്ടാണ് നിർത്തുന്നത്. അതിനുശേഷം സിനിമ എവിടെയോ ആ ഒരു വന്ന സ്റ്റോറിയുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു പോയോ എന്ന് എനിക്കൊരു സംശയം. പറഞ്ഞു കൊണ്ടുവന്ന ഒരു സ്റ്റോറി പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ കാര്യങ്ങൾ പടപടയെന്ന് തീർത്ത്, മേ ബി സമയത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കാം, പക്ഷെ എവിടെ ഒരു ആ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഗ്രിപ്പ് സെക്കൻഡ് ഹാഫിൽ കിട്ടിയോ എന്നുള്ളത് എനിക്കൊരു സംശയമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇച്ചിരി വീക്കായിട്ട് എനിക്ക് തോന്നി. അതർ ദാൻ ദാറ്റ് എനിക്ക് സിനിമ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ലോകനാഥ്. ആളുടെ ഒക്കെ റേഞ്ച് അറിയാലോ. ബാക്ക്ഗ്രൗണ്ട് സിനിമയിൽ ഭയങ്കര ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് ശരിക്കും നമ്മൾ ഇപ്പൊ എൻ്റെ ഒക്കെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുറച്ച് ആളുകൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പൊളിറ്റിക്സ് തന്നെയാണ്. ഒരു പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ നമ്മൾ കൂടുതലായിട്ട് ആരാധന മൂത്ത് പല കാര്യങ്ങളും ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഇതിന്റെ നേട്ടം പലപ്പോഴും വേറെ ഇത് ചെയ്യിപ്പിക്കുന്ന ആളുകൾക്ക് തന്നെയാണ്. ഇതിന്റെ ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു അവസാനമായിരിക്കും. സോ അനന്തങ്കാട്, റിട്ടൺ ബൈ മുരളി ഗോപി, ഡയറക്ടഡ് ബൈ GN കൃഷ്ണകുമാർ.